ഡോക്ടർ ബിനിയ ബെത്സൈദ ഹോമിയോ ക്ലിനിക് കലൂർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വൃക്കകളുടെ ആരോഗ്യത്തെ പറ്റിയാണ്. അതിനെ സംരക്ഷിക്കേണ്ട ആവശ്യകത എന്തുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും വൃക്കകളുടെ പ്രശ്നങ്ങൾ ആദ്യമേ തന്നെ മനസ്സിലാക്കണം, ഈ ലക്ഷണങ്ങൾ ശ്രദ്ധിച്ച് നമ്മൾ മനസ്സിലാക്കി അതിന് വേണ്ടുന്ന ട്രീറ്റ്മെന്റ് എന്തുകൊണ്ട് ചെയ്യണം എന്ന് പറഞ്ഞു തരികയാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. എന്താണ് നമ്മുടെ വൃക്കകൾ ചെയ്തു തരുന്നത്? പ്രധാനമായിട്ടും ഒരു ദിവസത്തിൽ 180 ലിറ്ററിലധികം രക്തമാണ് വൃക്കകൾ ശുദ്ധീകരിച്ചു തരുന്നത്. പ്രധാനമായിട്ടും ചെയ്യുന്നതും ഇതുതന്നെയാണ്. ഇനി ചുവന്ന രക്താണുക്കളുടെ ശരിയായിട്ടുള്ള ഉൽപാദനം ചെയ്യുന്നുണ്ട്. അതേപോലെ വൈറ്റമിൻ ഡിയുടെ സജീവമാക്കി അത് ശരിയായിട്ട് ഉപയോഗിക്കുക. ധാതുക്കളുടെ, അതായത് സോഡിയം, പൊട്ടാസ്യം എന്നീ പറയുന്ന എല്ലാ ധാതുക്കളുടെയും ശരിയായിട്ടുള്ള നിയന്ത്രണം ഉപയോഗം, രക്തസമ്മർദ്ദം കുറച്ച് കൊണ്ടുവരിക അല്ലെങ്കിൽ നിയന്ത്രണത്തിൽ കൊണ്ടുപോവുക. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ വൃക്കകൾ ദിവസത്തിൽ എല്ലാ സമയം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇതിൽ എന്തെങ്കിലും ഒരു പിഴവ് സംഭവിച്ചാൽ എന്തൊക്കെ ലക്ഷണങ്ങളായിരിക്കും ആദ്യം കാണിക്കുന്നത്, എപ്പോൾ നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കണം എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ലക്ഷണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വൃക്കകളുടെ ഈ ഒരു പ്രവർത്തനം ശരിയായിട്ട് നടക്കുന്നില്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വീക്കം ഉണ്ടാകാം. കാലിലും കയ്യിലും വീക്കം ഉണ്ടാകാം. അതേപോലെ തന്നെ കണ്ണിന് ചുറ്റും നമുക്ക് വീക്കം അല്ലെങ്കിൽ സ്വെല്ലിംഗ് ഉണ്ടാകാം. ഇങ്ങനെയുള്ള ഈ ഒരു വീക്കം കാണുകയാണെങ്കിൽ നമുക്കത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ആവശ്യകതയുണ്ട്. അതിനുവേണ്ടി നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുകയും വേണം. പല കാരണങ്ങൾ കൊണ്ടും വീക്കം ഉണ്ടാകാം. എന്നാലും പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിൽ കാല്, കണങ്കാല്, പാദം, കയ്യ്, അതേപോലെ തന്നെ മുഖം, ഇത്രയും ഭാഗങ്ങളിൽ ഒരുമിച്ച് വരികയാണെങ്കിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ലക്ഷണങ്ങളുടെ കൂടെ ഇപ്പൊ ഇനി പറയാൻ പോകുന്ന ലക്ഷണങ്ങളും കൂടി അക്കമ്പനി ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. രണ്ടാമത്തേത് യൂറിനിലുള്ള വ്യത്യാസങ്ങളാണ്. യൂറിൻ പോകുന്ന സമയത്ത് ഒട്ടും പോകാതിരിക്കുക ഒന്ന്, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പോകണമെന്ന് തോന്നുക. യൂറിൻ പോകുമ്പോൾ രക്തം കാണുക. യൂറിൻ പോകുന്ന സമയത്ത് പത ഉണ്ടാവുക. അതേപോലെ തന്നെ യൂറിൻ പോകുന്ന സമയത്ത് അസ്വസ്ഥത, പല രീതിയിലുള്ള അസ്വസ്ഥതകൾ അനുഭവപ്പെടുക. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ രാത്രിയിൽ ഒരുപാട് പ്രാവശ്യം എഴുന്നേൽക്കേണ്ടി വരിക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ യൂറിനറി ഇൻഫെക്ഷൻ ആയിരിക്കാം. എങ്കിലും അതിൻ്റെ കൂടെ തന്നെ കാലിലെ സ്വെല്ലിങ്, മുഖത്ത് സ്വെല്ലിങ് ഒക്കെ കാണുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ആവശ്യകതയുണ്ട്. ഇനി നമുക്ക് മൂന്നാമത്തേത് നമ്മുടെ BP. നമ്മൾ എന്തോരം മരുന്ന് കഴിച്ചിട്ടും രക്തസമ്മർദ്ദം കുറയുന്നില്ലെങ്കിൽ അത് ശ്രദ്ധിക്കണം. കാരണം ഇത് ഒരുമിച്ചാണ്. രക്തസമ്മർദ്ദം കൂടുകയാണെങ്കിൽ അത് കിഡ്നിയെ എഫക്റ്റ് ചെയ്യാം. അതേപോലെ കിഡ്നിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായാൽ രക്തസമ്മർദ്ദം കുറയാതെ ഇരിക്കാം. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ ധാതുക്കളുടെ ശരിയായിട്ടുള്ള സോഡിയം, പൊട്ടാസ്യം ഒന്നും ശരിയായിട്ട് മാനേജ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് കൂടുതലായിട്ടും നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നത്. ഇനി നമുക്ക് അതിയായ ക്ഷീണം. എന്തുകൊണ്ടാണ് ക്ഷീണം ഉണ്ടാകുന്നത്? എറിത്രോപോയിറ്റിൻ എന്ന് പറയുന്ന ഹോർമോണാണ് നമ്മുടെ ചുവന്ന രക്താണുക്കളുടെ പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്നത്. ഈ ഒരു കാര്യം ശരിയായിട്ട് നടക്കുന്നില്ലെങ്കിൽ, ഇത് ഹോർമോണുകൾ ശരിയായിട്ട് ഉണ്ടാകുന്നില്ല, അതിന്റെ ഉൽപാദനം തെറ്റിപ്പോകുന്ന സമയത്ത് നമുക്ക് അതിയായ ക്ഷീണം അനുഭവപ്പെടുന്നു. അപ്പൊ ഈ എറിത്രോപോയിറ്റിന്റെ ഈ ഒരു ചുവന്ന രക്താക്കളുടെ പ്രൊഡക്ഷനും തെറ്റിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ക്ഷീണം നമുക്ക് അനുഭവപ്പെടാനായിട്ട് ഇടയുണ്ട്. ഇനി രക്തസമ്മർദ്ദം കൂടുന്നു, അതാണ് അടുത്ത ഒരു പ്രശ്നം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോട്ട് ചെയ്യുവാണെങ്കിൽ തന്നെ നമ്മുടെ യൂറിനിലെ പത കാണുന്നു, അപ്പൊ ക്രിയാറ്റിൻ കൂടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഇതിന് ഏറ്റവും കോമൺ ആയിട്ട് ചെയ്യുന്ന ടെസ്റ്റാണ് കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ KFT. അത് നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്ത് നോക്കാവുന്നതാണ്. അതിലെ ഏറ്റവും പ്രധാനമായിട്ട് യൂറിക് ആസിഡ്, ക്രിയാറ്റിൻ, ഈ 3 കാര്യത്തിലും വ്യത്യാസം കാണുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ സിംറ്റംസിൽ, ലക്ഷണങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ സ്കിന്ന് വളരെയധികം ഡ്രൈ ആയി പോവുക, പിന്നെ കാലിന്റെ അടിയിൽ വേദന അല്ലെങ്കിൽ കാലിന്റെ മസിൽസിൽ വേദന, ഇതും പ്രത്യേകിച്ച് പുഴു അരിക്കുന്നത് പോലെ, ഉറുമ്പരിക്കുന്നത് പോലെ കാലിൽ തോന്നുക. തുടർന്ന് നമ്മുടെ സ്കിന്നിൽ ഭയങ്കരമായിട്ടുള്ള ഡ്രൈനെസ്, ഒട്ടും തന്നെ ഓയിലി സ്കിൻ അല്ലാതെ ഭയങ്കര ഡ്രൈനെസ് ഉണ്ടാവുക. അതേപോലെ സ്കിന്ന് മോശമാകുന്ന കണ്ടീഷൻ ഉണ്ടെങ്കിലും നമ്മൾ ഇതിനോട് ബന്ധപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇനി നമുക്ക് എങ്ങനെ നമ്മുടെ കിഡ്നിയെ കുറച്ചും കൂടി ഇങ്ങനത്തെ പ്രശ്നങ്ങളിൽ നിന്നും പ്രിവെന്റ് ചെയ്യാം എന്ന് ശ്രദ്ധിക്കാം. പ്രധാനമായിട്ടും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ആയ BP, അതായത് ബ്ലഡ് പ്രഷറും അതേപോലെ ഷുഗറും, ഇത് വരാതെ സൂക്ഷിക്കുക. ഉപ്പ് കുറയ്ക്കുക, പഞ്ചസാര കുറയ്ക്കുക.
പിന്നെ ഭക്ഷണത്തിൽ എല്ലാ തരത്തിലുള്ള ഫുഡുകളും ഫിഷ്, അത് മുട്ട, പ്രോട്ടീൻ അടങ്ങിയതും കാർബോഹൈഡ്രേറ്റും, അത് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ഏറ്റവും നല്ലത് അതാണ്. നമുക്ക് ബ്രൗൺ റൈസ് ഉപയോഗിക്കുക. അതേപോലെ തന്നെ നമ്മുടെ മറ്റ് കാര്യങ്ങൾ, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഇതൊക്കെ നല്ലതുപോലെ ആഡ് ചെയ്ത് സമീകൃത ആഹാരം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഉറക്കം കറക്റ്റ് ചെയ്യുക, എക്സർസൈസ് ചെയ്യുക, ആവശ്യമില്ലാത്ത സാധനങ്ങൾ അതായത് മദ്യപാനം, പുകവലി ഒഴിവാക്കുക. അതേപോലെ തന്നെ പ്രോസസ്ഡ് ഫുഡും കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. എപ്പോഴും ഓർക്കുക, നമുക്ക് പ്രഷർ, BP ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞാൽ കിഡ്നി ഫംഗ്ഷൻ തകരാറിലാകും. കിഡ്നി ഫംഗ്ഷൻ കിഡ്നിയിൽ കംപ്ലൈന്റ് ഉള്ള ആളുകളാണെങ്കിൽ എന്തായാലും 100% BP റേസ് ചെയ്ത് തന്നെ നിൽക്കും. എത്ര നമ്മൾ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിലും BP കുറയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ആവശ്യമില്ലാത്ത ഭക്ഷണം മാത്രമല്ല, മരുന്നുകൾ, പ്രത്യേകിച്ച് പെയിൻ കില്ലേഴ്സ്, എല്ലാ ദിവസവും പെയിൻ കില്ലർ എടുക്കുന്ന ഒരു വ്യക്തിയുടെ കിഡ്നിയുടെ ഫംഗ്ഷൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം എല്ലാ തരത്തിലുള്ള മരുന്നുകൾക്കും, പ്രത്യേകിച്ച് പെയിൻ കില്ലേഴ്സിനും സ്റ്റീറോയിഡ് അടങ്ങിയ മരുന്നുകൾക്കും കിഡ്നിയുടെ മുകളിൽ ഒരുപാട് ആക്ഷൻ വരുന്നുണ്ട്. അപ്പൊ കിഡ്നി പ്രശ്നമുണ്ടാകാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. 2 ദിവസത്തിൽ കൂടുതൽ പെയിൻ കില്ലർ കഴിക്കേണ്ട ആവശ്യമില്ല. ശരിയായിട്ടുള്ള റൂട്ട് കോസ് എന്താണെന്ന് മനസ്സിലാക്കി, ഇപ്പം പീരീഡ്സിന് വേദന വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് എന്തുകൊണ്ടാണ്, ഫൈബ്രോയിഡ് ആണോ, PCOD ആണോ, അല്ലെങ്കിൽ ഹോർമോണൽ ഇംബാലൻസ് ആണോ എന്ന് മനസ്സിലാക്കി അതിന് ട്രീറ്റ്മെന്റ് ചെയ്യുക. അതുപോലെ എന്ത് കാര്യമാണോ, തലവേദനയാണ്, എല്ലാ ദിവസവും പെയിൻ കില്ലർ കഴിക്കാതെ അത് മൈഗ്രെയിൻ ആണോ, സൈനസൈറ്റിസ് ആണോ എന്ന് മനസ്സിലാക്കി ഡോക്ടറെ കാണിച്ച് പ്രകൃതമനുസരിച്ചുള്ള മരുന്നും അതിന് വേണ്ടുന്ന മരുന്നുകളും കഴിക്കാം. ഇങ്ങനെ ഓരോ അവസ്ഥകൾക്കും എന്താണ് അതിന്റെ ശരിയായിട്ടുള്ള ഡയഗ്നോസിസ് എന്ന് മനസ്സിലാക്കി തീരുമാനങ്ങൾ എടുത്ത് മരുന്നുകൾ തുടർന്ന് മാറാനായിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പെയിൻ കില്ലേഴ്സ് നമ്മൾ കൂടുതലായിട്ട് കഴിക്കേണ്ടി വന്നാൽ നമ്മുടെ കിഡ്നിയെ അത് ബാധിക്കും. അപ്പൊ അത് ശ്രദ്ധിക്കുക. അതിന് വേണ്ടുന്ന പിന്നെ നമ്മുടെ ബ്ലഡ് ടെസ്റ്റുകൾ നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്തു നോക്കുക. ആവശ്യമെങ്കിൽ ഡോക്ടറെ കാണിച്ച്, ഇപ്പൊ നമുക്ക് അതിൽ വ്യത്യാസം കാണിക്കുന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണിച്ച് തുടർന്നുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരമാകുന്നുവെങ്കിൽ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കുക. താങ്ക്